നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എൻ്റെ തന്നെ കുറേയേറെ വർഷം മുൻപുള്ള ഒരു ഓർമ്മകൾ, അതിനെക്കുറിച്ചാണ്. ഞാൻ ലോയ്ക്ക് പഠിക്കുമ്പോൾ താമസിച്ചത് സിസ്റ്റേഴ്സ് നടത്തുന്ന ഹോസ്റ്റലിലായിരുന്നു. വളരെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള നല്ലൊരു ഹോസ്റ്റൽ. അവിടെ എല്ലാ മതസ്ഥരും ഉണ്ടായിരുന്നു. വളരെയധികം മതസൗഹാർദ്ദത്തോടു കൂടി സ്നേഹത്തോടു കൂടി ജീവിച്ചിരുന്ന കുറേ പെൺകുട്ടികൾ. എല്ലാവരും വീട്ടിൽ നിന്ന് അച്ഛനെയും അമ്മയൊക്കെ വിട്ട്, മാതാപിതാക്കളെയൊക്കെ വിട്ട് പഠിക്കാനായി താമസിക്കുന്ന കുറേ വിദ്യാർത്ഥിനികൾ. എന്നെക്കാളും കുറച്ച് വർഷം വയസ്സുകൊണ്ട് മേലെയുള്ളവരും പിന്നീട് എനിക്ക് ശേഷം വന്നവരും അങ്ങനെയായി ഒരുപാട് പെൺകുട്ടികൾ അവരുടെയൊക്കെ കൂടെ ജീവിക്കാനുള്ള ഒരു നല്ലൊരു കാലം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഹോസ്റ്റലിലെ കാര്യമാണ് ഞാൻ പറയാൻ വരുന്നത്. അവിടെ എല്ലാ ദിവസവും വൈകുന്നേരം ഒരു 6 to 7 ആകുമ്പോൾ കോറിഡോറിൽ ഫേസ് ടു ഫേസ് ആയിരുന്നിട്ട് ഈ ഡിവോഷണൽ സോങ്സ്, ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സ്, ഹിന്ദു ഡിവോഷണൽ സോങ്സ്, അതൊക്കെ എല്ലാവരും ചേർന്ന് പാടും. അങ്ങനെ ഹിന്ദുക്കളുടെ പാട്ട്, ക്രിസ്ത്യാനികളുടെ പാട്ട്, അങ്ങനെയൊന്നുമില്ല, ഡിഫറൻസേ ഇല്ല. എല്ലാവരും ഒരുമിച്ചാണ്. എല്ലാവർക്കും പ്രാർത്ഥിക്കാം, എല്ലാവർക്കും പാട്ട് പാടാം. അങ്ങനെ സൈലൻ്റ് ആയിരിക്കേണ്ടവർ സൈലൻ്റ് ആവേണ്ട ടൈമുണ്ട്, അപ്പോൾ സൈലൻ്റ് ആയിട്ടിരിക്കണം. പഠിക്കേണ്ട സമയം അങ്ങനെയൊക്കെ ഉണ്ട്. വളരെ കൃത്യമായ ഒരു സിസ്റ്റം ഫോളോ ചെയ്തിരുന്ന ഹോസ്റ്റലായിരുന്നു. എനിക്കവിടെ ഈ ഡിവോഷണൽ സോങ്സ്, ഞാനൊരു പാട്ട് ഡാൻസിൻ്റെ ഒക്കെ ആൾ ആയിരുന്നത് കൊണ്ട് എനിക്ക് കുറേ ഡിവോഷണൽ സോങ്സ് പഠിക്കാൻ പറ്റി കേട്ടോ. ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സ് കുറേ പഠിക്കാൻ പറ്റി. ഹിന്ദു ഡിവോഷണൽ സോങ്സ് ഞാൻ കുറേ പഠിച്ചു. മുന്നേ ലക്ഷദ്വീപിലായിരുന്നത് കൊണ്ട് അച്ഛൻ എഴുതിയ പാട്ടുകളൊക്കെ കേട്ടിട്ടുള്ളൂ. കൂടുതൽ ചില സിനിമാ പാട്ടുകളൊക്കെ കുറച്ചേ കേട്ടിട്ടുള്ളൂ. കാരണം അവിടെ അതിനുള്ള സംവിധാനങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. പിന്നെ ഞങ്ങളൊക്കെ, എൻ്റെയൊക്കെ കുട്ടിക്കാലത്തെന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കും ഇല്ല, യൂട്യൂബില്ല, ഫോണേ ഇല്ല. കമ്പ്യൂട്ടറൊക്കെ തുടങ്ങിയ ഒരു കാലഘട്ടത്തിലാണ് ആ കഥയാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊന്നും ഡൈജസ്റ്റ് ചെയ്യുക പോലും ഇല്ല, അവർ വിശ്വസിക്കുക പോലും ഇല്ല. നമുക്കൊന്നൊരു ഫോണില്ലായിരുന്നു, ഇങ്ങനെ ടച്ച് ഫോൺ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ എന്താണിത്, വലിയ ബഡായിയാണോ പറയണമെന്ന് തോന്നും. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അതൊരിക്കലും അത് ഉൾക്കൊള്ളാൻ പോലും പറ്റില്ല. അവർക്കൊന്നും ജനിക്കുമ്പോൾ തന്നെ ഇത് ആയിട്ടല്ലേ വരുന്നത്. അന്ന് നമുക്ക് ഇമാജിനേഷനിൽ പോലും ഇല്ല ഇങ്ങനെ ഒരു ടച്ച് ഫോണോ അല്ലെങ്കിൽ ഇതിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എനിക്ക് എടുത്തിടാൻ പറ്റുന്നൊന്നും ആ ഒരു കാലത്തൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. അപ്പോൾ ആ ഒരു സന്തോഷങ്ങളെയൊക്കെ ഓർമ്മകളെയൊക്കെ ഇപ്പോൾ പറയാൻ ഇങ്ങനെയൊക്കെ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ആ സാഹചര്യത്തിനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യുക. അത് മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ ഒരു പ്രചോദനമാകുമെങ്കിലാവട്ടെ എന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഇടുന്നത്. ഒരു ഡിഫറെൻ്റ് ആയിട്ടൊക്കെ ഓരോന്ന് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇന്ന് അന്ന് പഠിച്ച പാട്ടുകളിൽ എനിക്കിഷ്ടപ്പെട്ട പാട്ടുകളിൽ കുറച്ചൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അത് വളരെയധികം ഹൃദയത്തിൽ തട്ടിയ പാട്ടുകളായതുകൊണ്ടാണ്. നല്ല വരികൾ, നല്ല സംഗീതം, അങ്ങനെയൊക്കെ. തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ അത്ര വലിയ പാട്ടുകാരിയൊന്നുമല്ല, പക്ഷേ എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനൊരു പാട്ട് പാടാം. അന്നത്തെ പാട്ട്, അന്ന് പഠിച്ച പാട്ട്. കുറച്ച് മുഴുവൻ എനിക്കൊന്നും ഓർമ്മയില്ല കേട്ടോ. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും
ഇല്ലാതെ സ്നേഹിക്കും താതനു നന്ദി. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. അമ്മ എന്നെ മറന്നാലും ഈ ലോകമെന്നെ വെറുത്താലും, അമ്മ എന്നെ മറന്നാലും ഈ ലോകമെന്നെ വെറുത്താലും, അജഗണങ്ങളെ കാത്തിടുന്നവൻ എനിക്കായി തുടിച്ചിടുന്നു. എന്നെയോ മനയായി കരുതുന്നു. അജഗണങ്ങളെ കാത്തിടുന്നവൻ എനിക്കായി തുടിച്ചിടുന്നു. എന്നെയോ മനയായി കരുതുന്നു. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. എന്ത് നല്ല വരികളാലേ. മോട്ടിവേഷനാണ്, മോട്ടിവേഷൻ. ആരുമില്ലെങ്കിലും നമുക്ക് ദൈവമുണ്ട്. നമുക്ക് നമ്മളെ സംരക്ഷിക്കാൻ സ്വയം സാധിക്കാനുള്ള എല്ലാ കരുത്തും തരാൻ നമുക്ക് ദൈവമുള്ളപ്പോൾ നമ്മൾ എന്തിനേ പേടിക്കണം? ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് പെൺകുട്ടികൾ പല സ്ഥലങ്ങളിൽ നന്നായി ജീവിക്കുന്നവർ ഒരുപാടുണ്ട്. മാനസിക സംഘർഷത്തിൽ വിങ്ങി കരയുന്ന, കിടക്കുന്ന, ജീവിക്കുന്ന എത്ര പെൺകുട്ടികളാണെന്നറിയോ? ആരോടൊന്നും പറയാൻ പറ്റാതെ, എവിടെയും പോകാൻ പറ്റാതെ, അങ്ങനെ കുറേ പേരുണ്ട് ഈ ലോകത്ത്. എനിക്കൊരുപാട് പേരുടെ കഥകളും വിഷമങ്ങളും ഒക്കെ അറിയാം. ഒരു നിയമജ്ഞ ആണല്ലോ ഞാൻ. എന്നോട് പലതും തുറന്ന് സംസാരിക്കാറുണ്ട്, പല പ്രശ്നങ്ങളും. എനിക്ക് എല്ലാവരോടും പറയാൻ ഉള്ളത്, ഞാൻ വേണ്ട നിയമ ഉപദേശങ്ങൾ അവർക്കൊക്കെ കൊടുക്കാറുണ്ട്. നിയമപരമായ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ പൊതുവേ ഇങ്ങനെയുള്ള ഒരു പബ്ലിക് സ്പേസിൽ എനിക്ക് പറയാനുള്ളത്, ഒന്നും പേടിക്കണ്ട. എല്ലാത്തിനും ഒരു വഴിയുണ്ടാവും, അല്ലെങ്കിൽ സ്വയം കണ്ടെത്താൻ സാധിക്കും. അതിനുള്ള ബുദ്ധിയും ശക്തിയും എല്ലാം നമുക്ക് ദൈവം എന്നൊരാൾ തന്നിട്ടുണ്ട്. അത് ദൈവത്തിനെ പല പേരുകളിൽ നമ്മൾ ഹിന്ദുക്കളും മുസ്ലിംസും ക്രിസ്ത്യൻസൊക്കെ പല പേരുകളിൽ വിളിക്കുന്നുണ്ടെങ്കിലും ആ ഒരു ശക്തി അപാര ശക്തിയാണ്. ആ ശക്തിയെ മാത്രം വിശ്വസിച്ച് പേടിച്ചാൽ മതി. ആ ശക്തിയെ വിശ്വസിച്ച് പേടിച്ച് സ്വയം ധൈര്യം ആർജിച്ച് എല്ലാവരും ജീവിക്കണം. പൊരുതി ജീവിക്കേണ്ടടുത്ത് പൊരുതി തന്നെ ജീവിക്കണം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോൾ ബൈ.